Good morning. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദ ചാപ്റ്റർ ഈസ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററായിട്ട് എന്തിനെ കണക്കാക്കാം, നമ്മുടെ ഗ്രാവിറ്റേഷനെ കണക്കാക്കാം. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കുക. നിങ്ങൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഞാനൊരു എർത്തിനെ കൺസിഡർ ചെയ്യും. നമ്മുടെ എർത്തിനെ കൺസിഡർ ചെയ്യുക. എർത്തിൽ എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ട്? എല്ലായിടത്തും അല്ലേ? ലാൻഡ് ഉള്ളിടത്ത് എല്ലായിടത്തും മനുഷ്യന്മാരുണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ 4 ആൾക്കാരെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എവിടേക്കാണ് നിൽക്കുന്നത്? മുകളിൽ, സൈഡിൽ, താഴെ. നോക്കി, ഈ താഴെ നിൽക്കുന്ന മനുഷ്യൻ കേട്ടോ തലയും കുത്തിയാണ് നിൽക്കുന്നത്. ഈ തലയും കുത്തി നിന്ന് എന്ത് പറ്റണം ശരിക്കും? നമ്മുടെ ലോജിക്ക് വെച്ച് ഇവരെല്ലാം താഴത്തേക്ക് വീഴണം. അങ്ങനെയല്ലേ? തലയും കുത്തി നിന്ന് താഴത്തേക്ക് വീഴണ്ടേ? പക്ഷെ വീഴുന്നുണ്ടോ? ഇവിടൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ അവരാരും താഴെ വീഴുന്നില്ലല്ലോ. ഇവിടുന്ന് താഴെ വീഴാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് ഇങ്ങോട്ട് വീഴുകയെന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടോ കൂട്ടുകാരൻ എന്ത് ചെയ്യും? എന്നെ അങ്ങോട്ട് പിടിച്ച് വലിക്കും. അപ്പോൾ ഞാൻ വീഴുമോ? ഇല്ല. അപ്പോൾ ഞാൻ വീഴാൻ പോയാലും ഒരു ഫോഴ്സ് കാരണം, ഒരു ഫോഴ്സ് അങ്ങോട്ട് പ്രയോഗിക്കുന്ന കാരണം എന്ത് പറ്റും? ഞാൻ വീഴത്തില്ല. അപ്പോൾ ഒരു ഫോഴ്സ് അങ്ങോട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഴാത്തത്. അപ്പോൾ ഇവിടെയും എന്ത് കാണണം? ഒരു ഫോഴ്സ് കാണണം. താഴത്തേക്ക് വീഴത്തില്ല, ബിക്കോസ് അവിടെ ഒരു ഫോഴ്സ് കാണും. ആരായിരിക്കും ആ ഫോഴ്സ് കൊടുക്കുന്നത്? നമ്മുടെ എർത്താണ് ആ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവരെ എർത്ത് എന്ത് ചെയ്യും? അതിന്റെ സെന്ററിലേക്ക് പിടിച്ച് വലിക്കും. ഒരു ഫോഴ്സ് കൊടുത്ത് വലിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഒരു ഫോഴ്സ് കൊടുത്ത് എർത്ത് എന്ത് ചെയ്യും? ആ ഒരു ഒബ്ജക്റ്റിനെ അതിന്റെ സെന്ററിലേക്ക് പിടിച്ച് അട്രാക്ട് ചെയ്യും. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, നമ്മൾ വിളിക്കും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, denoted by the letter capital letter F. ക്ലിയർ ആണോ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്താ? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഒരു അട്രാക്ട് ചെയ്തല്ലേ വരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് വേറൊരു പേരുണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 4 ഫോഴ്സസ് ഉണ്ട്. ഫണ്ടമെന്റൽ ആയിട്ട് 4 ഫോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബലം കുറഞ്ഞ ഫോഴ്സ് ആണ് ആര്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവരാരാണ്? വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ആര്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ നമ്മൾ പഠിച്ചു. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ സയന്റിസ്റ്റുകൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഒരു സയന്റിസ്റ്റ് ഉണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച, ആപ്പിൾ തലയിലൊക്കെ വീണൊരു സയന്റിസ്റ്റ് ഉണ്ട്. ആരാ? സർ ഐസക് ന്യൂട്ടൺ. ഇപ്പൊ ന്യൂട്ടൺ മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ തന്നെ കുറെ അധികം സയന്റിസ്റ്റുകൾ വേറെ പാരലലായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച്. പക്ഷെ ന്യൂട്ടൺ ആണ് എന്ത് ചെയ്തത്? ഒരു ലോ കൊണ്ടുവന്നത്. കുറെ പ്രിൻസിപ്പിളും ലോയും കുറെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും എല്ലാം കൂടെ ചേർത്ത് ഒരു ലോ പരുവത്തിന് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പൊ ന്യൂട്ടൺ കൊണ്ടുവന്നൊരു ലോ ഉണ്ട്. ആൻഡ് ദാറ്റ് ലോ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സർ ഐസക് ന്യൂട്ടൺ കൊണ്ടുവന്ന ലോയാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ വാക്കിൽ തന്നെയുണ്ട് യൂണിവേഴ്സൽ ലോ. എന്താ യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സിന് എല്ലായിടത്തും ബാധകമായിട്ടുള്ളൊരു ലോയാണ്. അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ മീൻസ് എന്ത് പറയാം? യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റിനെ കുറിച്ചും അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ അതൊരു ലോ ആണ്, നമുക്ക് മനസ്സിലായി. ലോ ആണെങ്കിൽ എന്തായിട്ട് എന്ത് വേണം? അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. സ്റ്റേറ്റ്മെന്റും അതിൻ്റെ ഒരു ഡയഗ്രാമും കാണും. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് എളുപ്പത്തിൽ നിന്ന് പാടുള്ളത് പഠിക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എളുപ്പ വഴി പഠിക്കാൻ പോവാം. ആദ്യം ഇവിടെ നോക്കി 2 ഒബ്ജക്റ്റുകളെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കാം. 2 മാസുകൾ. ഏതൊക്കെ മാസാ? M1 ഉം M2. 2 മാസ് കൊടുത്തിട്ടുണ്ട്. ഈ മാസിന്റെ പ്രത്യേകത എന്താ? 2 പേരെ ഞാൻ എന്താ ഒരു അകലത്തിൽ അയച്ചിരിക്കുന്നത്. ഒരു ഡിസ്റ്റൻസ് അകലത്തിലാണ് ഞാൻ എന്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്? 2 മാസുകളെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ M1 M2 മാസുകളാണ്. R എന്ന് പറയുന്നതാണ് അവർ തമ്മിലുള്ള അകലം.
ചിലപ്പോൾ അതൊരു 2 സെന്റിമീറ്ററോ 10 സെന്റിമീറ്ററോ ചിലപ്പോൾ 1 കിലോമീറ്ററോ എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ ഇതൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ന്യൂട്ടൺ ആണ് ഈ ലോ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂട്ടൺ ആദ്യം ചെയ്ത കാര്യം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങനെയൊക്കെ ഈ മാസിനെയും ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങനെയൊക്കെ മാറും എന്ന് അദ്ദേഹം പഠിച്ച സമയത്താണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസുകളുടെ പ്രോഡക്റ്റ്. ക്ലിയർ ആണോ? നോക്കിക്കേ, m1 m2 എന്ന് പറയുന്ന മാസ് അല്ലേ. അപ്പൊ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് എന്താ? പ്രോഡക്റ്റ്. അപ്പൊ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പ്രപ്പോർഷണൽ ആണ്. പ്രപ്പോർഷണൽ സിമ്പിൾ അറിയാലോ, ഇത്. അപ്പൊ എഫ് പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. രണ്ട് മാസുകളുടെ പ്രോഡക്റ്റിന് പ്രപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. അതായത് ഇവരുടെ പ്രോഡക്റ്റ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് എന്ത് പറ്റണം? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും കൂടണം. ക്ലിയർ ആണോ? അതേപോലെ വേറൊരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചത്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. മനസ്സിലായോ? നോക്കിക്കേ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞത്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എന്തിട്ടോണം? 1/. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ കേട്ടവിടെ നമ്മൾ എന്ത് ചെയ്തോണം? 1/. എന്ന് ഇട്ടോണം. അപ്പൊ 1/r². വെറും r അല്ല, r-ന്റെ സ്ക്വയറും ആയിട്ടാണ് ബന്ധം. അപ്പൊ നോക്കിക്കേ, r². അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ അത് പറഞ്ഞു നോക്കിക്കേ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഇനി നോക്കി, ഇങ്ങനെ രണ്ടായിട്ട് എഴുതിയ കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്ലബ് ചെയ്യണം. എന്ത് ചെയ്യണം? ക്ലബ് ചെയ്യുക. അതായത് ഒന്നിച്ചാക്കുക. ഒന്നിച്ചാക്കുമ്പോൾ ശരിക്കും എങ്ങനെ വരണ്ടേ? f പ്രപ്പോർഷണൽ ടു m1 m2 by r² എന്ന് എഴുതാവോ? രണ്ടോടൊന്ന് മെർജ് ചെയ്തു, ഒന്നിച്ചാക്കി, ഇങ്ങനെ കിട്ടി. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചാൽ ശരിയാകത്തില്ല. നമുക്കൊരു പുതിയ സാധനം കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് എന്ത് വേണം? ഒരു ഇക്വേഷൻ വേണം. ഇക്വേഷൻ വേണമെങ്കിൽ അവിടെ എന്ത് വേണം? ഈക്വൽ ടു സൈൻ വേണം. ഇവിടെ ഈക്വൽ ടു ആണോ കിടക്കുന്നത്? അല്ല, ഇവിടെ എന്താ ഉള്ളത്? ഒരു പ്രപ്പോർഷണൽ സൈൻ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ പ്രപ്പോർഷണൽ സൈൻ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ പ്രപ്പോർഷണൽ സൈൻ മാറ്റുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ് ജി. പലയിടത്തും പലതായിരിക്കും. ചിലയിടത്ത് കെ ആയിരിക്കും, ചിലയിടത്ത് എ ആയിരിക്കും, ചിലയിടത്ത് ആൽഫ ആയിരിക്കും, ചിലയിടത്ത് പല 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 കോൺസ്റ്റന്റുകളായിരിക്കും. ഇവിടെ നമ്മൾ ജി ആണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് അതേപോലെ കണ്ടല്ലോ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 by r². ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതാണ് നമ്മുടെ ആര്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഇക്വേഷൻ. സ്റ്റാർ ഇട്ടോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 by r² ആണല്ലോ. ഇപ്പൊ ദേ പുതിയൊരു സാധനം വന്നു, ജി. എന്താ ജി? ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോൺസ്റ്റന്റ് ആണ് മനസ്സിലായി. ഈ കോൺസ്റ്റന്റിന് ഒരു വാല്യൂ കാണും. ഒരു കോൺസ്റ്റന്റ് ആകുമ്പോൾ ഒരു വാല്യൂ കാണുമല്ലോ. ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. പേടിക്കണ്ട, ഇത് മാത്രം നിങ്ങൾ ആദ്യം കാണാതെ ഓർത്തിരിക്കുക. ഇത് വന്ന വഴി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, യൂണിറ്റ് വന്ന വഴി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കേ, ജി എന്ന് പറയുന്നത് 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതൊന്ന് കാണാതെ പഠിച്ചേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് എല്ലായിടത്തും ഇനി ആവശ്യം വരുന്നത് 6.67 into 10⁻⁻11. ഇത് തെറ്റിപ്പോരുത്, 10⁻⁻11 ആണ്. ഇനി അടുത്ത് നമ്മൾ ജി എന്താണെന്നും ജിയുടെ യൂണിറ്റ് എന്താണെന്നും ഡയമെൻഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ആരാണ് ജി എന്നൊക്കെ നോക്കണം. അതിനു മുന്നേ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ, നമ്മളിപ്പോ എന്താ പറഞ്ഞു പറഞ്ഞത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതിന് ഇക്വേഷൻ പറഞ്ഞു നിർത്തിയല്ലോ, അവിടെ നിന്നാണ് ജി ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ എന്തായാലും നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കിനി അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപം വേണം, ഒരു ഡെഫിനിഷൻ വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. ആ സ്റ്റേറ്റ്മെന്റ് നോക്കാം, ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. എവറി മാസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ പറഞ്ഞല്ലോ, യൂണിവേഴ്സിൽ ഏതൊരു മാസ് എടുത്താലും അവർ തമ്മിൽ എന്തുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എവറി മാസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് വെച്ച് എല്ലാവരും അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ വിത്ത് എ ഫോഴ്സ്. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? which is directly proportional to the product of two masses. Which is directly proportional to product of two masses. അതല്ലേ ആദ്യം പറഞ്ഞേ, f proportional to m1 m2 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? പ്രോഡക്റ്റ് ഓഫ് ടു മാസസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ പറഞ്ഞേ.
ഓക്കെ, അടുത്ത നോക്കി. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത് തന്നെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ആദ്യം ഇത് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഏതാ? ഇത് പഠിച്ചിട്ട് നമ്മൾ അത് വെച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതുക എന്നുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി നമുക്കുള്ളത് ജി എന്താന്ന് നോക്കുകയാണ്. അപ്പൊ ജിയുടെ പേരെന്താന്ന് നോക്കണം, ജിയുടെ യൂണിറ്റ് എന്താണ്, ഡയമെൻഷൻ എന്താന്ന് നോക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അടുത്ത നമുക്ക് അത് നോക്കാം.